മോർണിംഗ്. ഈ കൂട്ടായ്മയിലേക്ക്, ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ ആഴ്ചയിലും നമുക്ക് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ കൂടി വരുവാനായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അല്പസമയം നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം, ശാന്തമാക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ തന്നെയും നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ഒരു നിമിഷം തിരിച്ചറിയാം. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കാം. നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പുതിയ പ്രഭാതത്തിനായി, പകൽക്കാലത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ ആത്മാവിൽ ഐക്യപ്പെട്ട് വിശ്വാസത്തിൽ ഒരുമിച്ച് കർത്താവെ ആത്മീയമായ കൂട്ടായ്മയിൽ കർത്താവെ ഒരു മനസ്സോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ ഒരുപോലെ ഒരുമിച്ച് ആയിരിക്കാൻ, ഒരുമനപ്പെട്ടായിരിക്കാൻ കർത്താവെ ഞങ്ങളൊക്കെ നിന്റെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നിന്റെ കൃപയാൽ നാൾതോറും നയിക്കപ്പെടുന്നവരാണ്. അവിടുത്തെ കൃപയാണ് ഞങ്ങളെ മുൻപോട്ട് നടത്തുന്നത്, നയിക്കുന്നത് എന്നോർത്തുകൊണ്ട് ജീവിപ്പാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നീ ഞങ്ങളെ എത്ര അതിശയകരമായ, അത്ഭുതകരമായിട്ട് നടത്തി, ഇപ്പോഴും നടത്തുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ദൈവമേ, ഇന്ന് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥാനങ്ങളിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. ദൈവമേ, അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത അവസ്ഥകളിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, അവരുടെ ഒറ്റപ്പെടലുകളിൽ, അവരുടെ സങ്കടങ്ങളിൽ, സന്താപങ്ങളിൽ കർത്താവിൻ്റെ വലിയ കൃപയും വലിയ കരുതലും വാത്സല്യവും ഒക്കെ അനുഭവിപ്പാൻ പിതാവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അല്പസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അത് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹകരമായിരിക്കാൻ, ശ്രേഷ്ഠകരമായിരിക്കാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കർത്താവ് ദൈവവുമായി കൂടുതൽ അല്പം കൂടി അടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ കൃത്യമായ കാഴ്ചപ്പാടുകളിൽ, കൃത്യമായ ദിശയിൽ, കൃത്യമായ കർത്താവെ സാഹചര്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൂടെ ഇരുന്നാട്ടെ കർത്താവ്. ഇന്ന് പ്രത്യേകിച്ച് ശുശ്രൂഷകളിൽ പങ്കുവഹിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു കർത്താവെ. പാട്ട് പാടുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണം. ആത്മീയമായ ഗാനങ്ങൾ പാടി ഞങ്ങൾ കർത്താവെ സമൂഹമായി അങ്ങ് ആരാധിപ്പാൻ സഹായിക്കണമേ. തിരുവചനം വായിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ നയിക്കുന്നവരെയും നടത്തുന്നവരെയും എല്ലാം ഓർക്കുന്നു ദൈവമേ. ഞങ്ങളുടെ മധ്യസ്ഥത ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് കർത്താവെ മറ്റുള്ളവരുടെ ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായി തീരുവാൻ, അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസമായിരിക്കാൻ, ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കർത്താവെ തുണ ലഭിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. അവിടുത്തെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും കർത്തൃനാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. രണ്ടാഴ്ച നമുക്ക് പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, അതല്ലെങ്കിൽ ഫ്രൈഡേ പ്രെയർ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞില്ല. ഒരു ഫ്രൈഡേ ഞാൻ നാട്ടിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച റോയ് അങ്കിളിൻ്റെ ഫ്യൂണറലുമായി ബന്ധപ്പെട്ടുള്ള തിരക്ക് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. ഇന്ന് ഒരുമിച്ച് കൂടി വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് രശ്മിയാണ്. രശ്മി പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അതേ തുടർന്ന് റെബേക്ക ധോനി 56-ാമത്തെ സങ്കീർത്തനം വായിക്കും. Now over to രശ്മി. ഹലോ, ഗുഡ് മോർണിംഗ് അച്ഛൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്. ആദ്യത്തെ പാട്ട് നാഥൻ വരും നാളിൽ. നാഥൻ വരും നാളിൽ
നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. രോഗവും ശോകവുമില്ലവിടെ, ആശ നിരാശയും ലേശമില്ല. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. ഭൂവിലെ വാസമെന്നു തീരും, അന്നു പറന്നു നാം ചെന്നു ചേരും. സുന്ദര മന്ദിരം ശുദ്ധരം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. സുന്ദര മന്ദിരം ശുദ്ധരം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. രണ്ടാമത്തെ പാട്ട് പ്രാർത്ഥനാ ഗീതങ്ങളിൽ 321, 321. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികെ അവനുള്ളതാൽ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ. കല്ലും മുള്ളും
ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. താങ്ക് യു. Thank you, Rashmi. Thank you so much. Rebecca. Today's psalm is Psalm 56. Be merciful to me, my God, for my enemies are in hot pursuit. All day long they press their attack. My adversaries pursue me all day long. In their pride many are attacking me. When I'm afraid, I put my trust in you. In God, whose word I praise, in God I trust and am not afraid. What can mere mortals do to me? All day long they twist my words. All their schemes are for my ruin. They conspire, they lurk, they watch my steps, hoping to take my life. Because of their wickedness, do not let them escape. In your anger, God, bring the nations down. Record my misery, list my tears on your scroll. Are they not in your record? Then my enemies will turn back when I call for help. By this I will know that God is for me. In God whose word I praise, in the Lord whose word I praise. In God I trust and am not afraid. What can man do to me? I am under vows to you, my God. I will present my thank offerings to you, for you have delivered me from death and my feet from stumbling, that I may walk before God in the light of life. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, the world without end. Amen. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വെള്ളിയാഴ്ചയും നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിൽ കൂടി വരുവാനായി ദൈവം ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ സഭയായി, കുടുംബമായി, വ്യക്തിപരമായി നടത്തിയ, പരിപാലിച്ച എല്ലാ വിധങ്ങളെയും നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കാം. നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെയിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മെ വ്യക്തിപരമായി നമ്മുടെ ജീവിത ചുറ്റുപാടുകളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവ കരങ്ങളിൽ, ദൈവസന്നിധിയിൽ നമുക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെയൊക്കെ ജനനം മുതൽ ഈ നിമിഷം വരെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ പരിപാലിക്കുന്നു. ആ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബങ്ങൾക്കായി സ്തുതിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, ബന്ധുമിത്രാദികൾക്കായി, ചുറ്റുപാടുകൾക്കായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വലുതും ചെറുതുമായ കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം.
നമ്മുടെ കുറവുകളൊക്കെ ദൈവം നമ്മോട് ക്ഷമിക്കണമേ, നമ്മോട് പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെ വന്നുപോയ വീഴ്ചകളെ ദൈവം തൻ്റെ കൃപയാൽ പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ക്ഷമ പ്രാപിക്കുക മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ആരോടൊക്കെ നിരപ്പ് പ്രാപിക്കേണ്ടതായിട്ടുണ്ടോ, ആരിൽ നിന്നെല്ലാം നമ്മൾ അകന്നു പോയിട്ടുണ്ടോ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അവരോടൊക്കെ ക്ഷമ പ്രാപിക്കുവാൻ, അവരോടൊക്കെ നിരപ്പ് പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരോടും സ്നേഹത്തിലും കരുതലിലും കൂട്ടായ്മയിലും പുലരുവാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ നാളുകളിൽ ദൈവം സഭയായി നമ്മെ മുൻപോട്ട് നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ മനോഹരമായ ദേവാലയം, അതിൻ്റെ എല്ലാ ചുറ്റുപാടുകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു കാലത്ത് നമ്മൾ ഒന്നുമില്ലാത്തവരായി മറ്റുള്ളവരുടെ കാരുണ്യത്തിലൊക്കെ ആരാധിച്ചും ശുശ്രൂഷിച്ചുമൊക്കെ കഴിഞ്ഞ സാഹചര്യങ്ങളൊക്കെ മാറി ഈ നഗരത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ഒരു നിലനിൽപ്പ് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ചകളിൽ നടക്കുന്ന വിശുദ്ധാരാധനകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളൊക്കെ ആഗ്രഹത്തോടുകൂടെ, ദൂരത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്, മറ്റ് പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചും കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്ന എല്ലാവരെയും ഓർക്കാം. നമ്മുടെ ആരാധനകളിലൂടെയൊക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ച നടക്കുന്ന വേൾഡ് സൺഡേ സ്കൂൾ ഡേ ഓർക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുമല്ലോ. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വചനം സംസാരിക്കുന്ന പൈതലിനെയൊക്കെ ദൈവം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നവംബർ മാസം 2nd സൺഡേ നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അത് നമ്മുടെ വാർഷിക സ്തോത്രാരാധനയാണ്. നമ്മുടെ പൂർവികർ ദൈവം അവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവം അവർക്ക് നൽകിയ നന്മകളിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ ആവശ്യത്തിനും സഭയുടെ ആവശ്യത്തിനുമായി സമർപ്പിക്കുന്ന സാഹചര്യമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആദ്യഫല ശുശ്രൂഷയിൽ, സ്തോത്രാരാധനയിൽ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ. നമ്മുടെ സഭയാകമാനം കടന്നു വന്ന് അതൊരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാക്കി തീർക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്രിസ്മസ് കാലയളവിലേക്കൊക്കെ നമ്മൾ അടുക്കുകയാണ്. അതിൻ്റെ ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും അവരുടെ ശുശ്രൂഷകളെയും ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിലും വേദപുസ്തകത്തിൻ്റെ ജ്ഞാനത്തിലുമൊക്കെ വളർത്തിയെടുക്കുവാൻ, അവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ കർത്താവ് നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അധ്യാപകർക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെല്ലാം നമുക്ക് ഓർക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം.
ആ പ്രസ്ഥാനത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സ്ത്രീജന സഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലൈറ്റ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലൈറ്റ് ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവം സംഘടനയൊക്കെ ശക്തിപ്പെടുത്തി മുൻപോട്ട് നടത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്വയറിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവര് ക്രിസ്മസ് കാരലിന് വേണ്ടിയൊക്കെ വളരെ താല്പര്യത്തോടുകൂടെ പരിശീലിക്കുന്നല്ലോ. ആ ശുശ്രൂഷ അനുഗ്രഹീതമായി നന്നായി ചെയ്യുവാൻ കർത്താവ് അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവരെ ദൈവം ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ BHEL ഹൈടെക് സിറ്റി മിയാപൂർ ഏരിയ സാറ്റലൈറ്റ് വർഷിപ്പ് സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മാസവും നടന്നു വരുന്ന കൂട്ടായ്മ ഈ നാളുകളിലൊക്കെ കൂടുതൽ ശക്തിപ്പെടുവാൻ, അത് വരും കാലങ്ങളിൽ ഒരു കോൺഗ്രിഗേഷൻ ആയിട്ടൊക്കെ രൂപപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. അവിടെയുള്ള കുടുംബങ്ങളെ ദൈവം അതിനായിട്ട് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും എല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടേജ് പ്രയറുകളൊക്കെ ദീർഘനാളുകളായിട്ടൊക്കെ മുടങ്ങിക്കിടക്കുന്നു. നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന, സംഘടനകളുടെ നേതൃത്വം നൽകുന്ന ബൈബിൾ സ്റ്റഡികൾ, അതൊക്കെ സജീവമായി നടത്തപ്പെടുവാൻ കർത്താവ് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം ഈ ദേശത്ത് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കുടുംബമായി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ കുടുംബങ്ങളിലെ എല്ലാ പ്രായമായവരെയും സീനിയേഴ്സിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ടുള്ള ബലഹീനതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിനെ പ്രത്യേകമായിട്ട് ഓർക്കാം. തങ്കമ്മ കോശി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. KC ചെറിയാനങ്കിളിനു വേണ്ടി പ്രാർത്ഥിക്കാം. സാറമ്മ കുര്യൻ ആന്റിയെ ഓർക്കാം. ജെസ്സി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആന്റിയെ ഓർക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റി, അന്നമ്മ കോശി ആന്റി, അന്നമ്മ ജോൺ ആന്റി, നമ്മുടെ പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പുഷ്പ ആന്റിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജേക്കബ് അങ്കിളിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. അന്നമ്മ ആന്റിയെ ഓർക്കാം. കുടുംബമായിട്ട് അവരെ ദൈവം ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിയെയും കുരുവള അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. സുശീൽ ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ചച്ചമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ലിസി ആന്റിയെയും ശമലൂട്ടി അങ്കിളിനെയും ഓർക്കാം. ലിസി ആന്റിയെയും AC എബ്രഹാം അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ലിലി ആന്റിയെയും ബാബു തുണ്ടിയിലിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ഇവരെയൊക്കെ വ്യക്തിപരമായും കുടുംബമായും അനുഗ്രഹിക്കണമേ. അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും വിടുതലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആലീസ് ആന്റിയെയും മറിയാമ്മ എബ്രഹാം ആന്റിയെയും ഓർക്കാം. അവരുടെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ മാറുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ ബലഹീനതയിലൊക്കെ ആയിരിക്കുന്ന മാതാപിതാക്കള്
നാട്ടിലും പല സ്ഥലങ്ങളിലും ആയിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഷിബു അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദാസന് പൂർണ്ണമായ സൗഖ്യം, ടെസ്റ്റുകളൊക്കെ അനുകൂലമായി പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ പ്രിയപ്പെട്ട ദാസനെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളും ശാരീരികമായ പ്രയാസങ്ങളും ഒക്കെ പ്രിയദാസനെ അനുഭവിക്കുന്ന കർത്താവ് കൂടെ ഇരുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജെബിയങ്കളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ദൈവം പ്രിയപ്പെട്ട ജെബിയങ്കളുടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസർ ട്രീറ്റ്മെന്റ് സർവൈവേഴ്സ് ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റു പലവിധമായ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും കൊടുക്കണമേ. ശാരീരികമായ ബലഹീനതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പഠിക്കുന്ന കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രി പഠനത്തിലായിരിക്കുന്നവർ, ഉപരിപഠനത്തിലായിരിക്കുന്നവർ, പഠനവുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിലും പല സ്ഥലങ്ങളിലും പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, അവരുടെ പഠനത്തെ ദൈവം അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർക്കാം. അവരുടെ പഠനത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ ആൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവം അവരോട് ഇടപെടണമേ. അവർക്ക് കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകളും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുക്കത്തോടുകൂടെ കുടുംബ ജീവിതത്തിലൊക്കെ പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നവർ, ജോലി സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ജോലിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ള എല്ലാ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവം അവർക്ക് വേണ്ട ഉപജീവന മാർഗങ്ങളെ ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സിംഗിൾ ആയിട്ടുള്ള, സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരോട് മനസ്സിൽ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ഓർക്കാം. ഒരുമിച്ചുള്ള ആ ജീവിതം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ജീവിതമാണ്. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യങ് കപ്പിൾസിനെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ കുടുംബ ജീവിതത്തെ പരിപാലിക്കണമേ. അവരുടെ ജോലി കാര്യങ്ങളിൽ പേരൻസ് എന്നുള്ള നിലയിൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിപ്പാൻ, അവരുടെ സാമൂഹികമായ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ യങ് കപ്പിൾസിനെയും ഓർക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കാം. ദൈവം അവർക്ക് തലമുറകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെയൊക്കെ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഓർക്കാം. തലമുറകളെ നൽകുന്നത് ദൈവമാണ്. എത്ര വൈകിയാലും സ്വർഗീയമായ നന്മകൾ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ജീവിപ്പാൻ അവരെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ ജോലി ഇടങ്ങളെയും നമുക്ക് ഓർക്കാം. എല്ലാ തൊഴിൽ മേഖലകളെയും ഓർക്കാം. IT മേഖലകളിൽ, മാനേജ്മെന്റ്, ബിസിനസ് മേഖലകളിൽ, ടീച്ചിങ് പ്രൊഫഷണലിൽ ആയിട്ട്, നഴ്സസ്, മെഡിക്കൽ ഫീൽഡുകളിൽ, സ്കൂളുകളിൽ, സർക്കാർ ജോലിയിൽ, സ്വകാര്യ ജോലികളിൽ, കമ്പനികളിൽ, അല്ലാതെയുള്ള സാധാരണ ജോലികൾ, എല്ലാ നമ്മുടെ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സൂക്ഷിക്കണമേ. അവരുടെ ജോലി മേഖലകളെ ദൈവം ആശീർവദിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവരെ ഒക്കെ നമുക്ക് ഓർക്കാം.
അങ്ങനെ നമ്മുടെ സഭയിലെ എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ തലത്തിലുമുള്ള ജനങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ കേരളത്തിലും പല സ്ഥലങ്ങളിലും ആയിരിക്കുന്നു, വിദേശങ്ങളിലായിരിക്കുന്നവരൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലും മുൻപ് ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ടവരെ, അച്ഛന്മാരെ കുടുംബമായിട്ട് ഓർക്കാം. ഇടവകയ്ക്ക് നേതൃത്വം നൽകിയവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭകളൊക്കെ ഈ കാലത്ത് ഐക്യതയോടുകൂടെ ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. CSA സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ ആത്മീയ നേതൃത്വം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എല്ലാം നമുക്ക് ഓർക്കാം. സഭയുടെ എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും മിഷൻ മണ്ഡലങ്ങളെയും ഓർക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ സർക്കാരി മിഷണറി നമ്മളെ സന്ദർശിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. നമ്മളെ കൊണ്ടാവുന്ന പോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണമേ. അതുപോലെയുള്ള എല്ലാ മിഷനറികളെയും നമുക്ക് ഓർക്കാം. അവിടെ പ്രവർത്തിക്കുന്നവരെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും വിശ്വാസത്തിനും സാക്ഷ്യത്തിനും ഒക്കെ വലിയ പ്രതിസന്ധികളൊക്കെ നേരിടുന്ന സമയമാണ്. അവിടെയൊക്കെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, സാക്ഷിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. മേഡക് ഡയസിന് വേണ്ടി, CSA മധ്യയുള്ള മഹായിടവയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ബിഷപ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പട്ടത്ത സമൂഹത്തെ ഓർക്കാം, സിസ്റ്റേഴ്സിനെ ഓർക്കാം, ശുശ്രൂഷകരെ ഓർക്കാം. ആഗോള ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളൊക്കെ അമർച്ച ചെയ്യപ്പെടുവാൻ, ലോകം ശാശ്വതമായ സമാധാനത്തിലേക്കൊക്കെ നീങ്ങുവാൻ കർത്താവ് സഹായിക്കണമേ, ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളെ നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ റീനി ഷാജി പ്രാർത്ഥിക്കും. കേൾക്കാമോ? കേൾക്കാം. യെസ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പകൽക്കാലം ഒരിക്കൽ കൂടി നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് എന്ന വൻ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നതാ. കഴിഞ്ഞ ദിവസങ്ങളിൽ വരാമായിരുന്ന എല്ലാ ആപത്തിനർത്ഥം ഞങ്ങളെ കാത്തു വിടുവിച്ചല്ലോ കർത്താവേ. ഒരിക്കൽ കൂടി നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് നീ അവസരം തന്നല്ലോ നാഥ. ഈ പകൽക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും നീ വഴി നടത്തണമേ കർത്താവേ. എല്ലാ ആപത്തിനർത്ഥം നീ വിടുവിച്ച് കാത്തുകൊള്ളണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കൂടെ ഇരിക്കണമേ കർത്താവേ. രാത്രി കുടുംബമായി നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. കൂടെ ഇരുന്ന് വഴി നടത്തണമേ കർത്താവേ. നിങ്ങളുടെ ചർച്ചിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ ഫെലോഷിപ്സിനായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ നാഥ. കൂടെ ഇരിക്കണമേ നാഥ. അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അച്ഛനായി പ്രാർത്ഥിക്കുന്ന നാഥ, ഞങ്ങളെല്ലാവരെയും ഒന്നായി നടത്തുവാൻ അച്ഛനെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. കൊച്ചുമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മകൾ കൊടുത്ത സകല അനുഗ്രഹങ്ങൾക്കായും സൗഖ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. നീ കൂടെ ഇരുന്ന് വഴി നടത്തണമേ കർത്താവേ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും പഠനകാര്യങ്ങളിലും നീ കൂടെ ഇരിക്കണമേ കർത്താവേ. ദുഃഖത്തിലായിരിക്കുന്ന ഡോക്ടർ ആന്റിനെയും നിതിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരെ അങ്ങ് ബലപ്പെടുത്തണമേ കർത്താവേ. ദൈവിക സമാധാനത്തെ നീ കൊടുക്കണമേ കർത്താവേ. രോഗങ്ങളും വേദനകളും ഇല്ലാത്ത ലോകത്ത് ഞങ്ങളുടെ ബലത്തിനും സമാധാനത്തിനുമായി ഞങ്ങളുടെ ദൈവത്തോടുകൂടി പ്രാർത്ഥിക്കാൻ, ധൈര്യത്തോടെ ജീവിക്കാൻ അവരെല്ലാം ഞങ്ങൾ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ചർച്ചിലെ പ്രായമായ എല്ലാ ആന്റിമാരെയും അങ്കിൾമാരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നീ താങ്ങായി തണലായി കൂടെ ഇരിക്കണമേ നാഥ. നിന്റെ ദൂതന്മാരുടെ കാവലെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമേ. നിന്റെ ദൈവിക സമാധാനം പ്രത്യാശയും നീ കൊടുക്കണമേ കർത്താവേ. തിരുകൃപയാൽ പൊതിയണമേ നാഥ. ഓരോ നിമിഷവും നിന്റെ ചെറിയ മറവിൽ നീ കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ.
ദൈവമേ, രോഗികളായ എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സായി അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നാഥ. ഞങ്ങളുടെ ചർച്ചിലെ സി ജേക്കബ് അങ്കിളിനെ ഓർക്കുന്നു കർത്താവേ, ജിബി അങ്കിളിനെ ഓർക്കുന്നു, ഷിബോ ചാച്ചിനെ ഓർക്കുന്നു, ദൈവമേ, മിൻ ചേച്ചി, ധനലക്ഷ്മി ആന്റി, രവികുമാർ, എല്ലാ രോഗികൾക്കായി ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അപ്പ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ കർത്താവേ. സകല രോഗങ്ങൾക്ക് വൈദ്യനായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ അത്ഭുത രോഗസൗഖ്യത്തിന്റെ കരങ്ങളിൽ നീ തൊടണമേ കർത്താവേ. അവരുടെ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ നാഥ. നിന്റെ വിശ്വസ്ത സാക്ഷികളായി ജീവൻ അവരെല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. ദൈവമേ, കുടുംബത്തിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തണമേ, അവരെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. അവരോട് മനസ്സലിവ് ഉണ്ടായിരിക്കണമേ ദൈവമേ. നിന്റെ ദൈവിക സമാധാനത്തെ സന്തോഷത്തിന് കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്ക് നൽകണമേ കർത്താവേ. തിരുകൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. ദൈവമേ, മറ്റു പ്രയാസങ്ങളിരിക്കുന്ന ആവശ്യങ്ങളിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. അവരുടെ ആവശ്യങ്ങളിൽ നീ കൂടെ ഇരിക്കണമേ നാഥ. അവരോട് മനസ്സലിവ് ഉണ്ടായിരിക്കണമേ നാഥ. നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ലപ്പാ. ഞങ്ങൾ നിന്നിൽ പരിപൂർണമായും വിശ്വസിക്കുന്നപ്പാ. ഞങ്ങളോട് കൃപ ചെയ്യണമേ ദൈവമേ. അവരോട് കനിവുണ്ടായിരിക്കണമേ നാഥ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ ആരോഗ്യത്തെ കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ നടക്കേണ്ടുന്ന വഴി നീ അവർക്ക് കാണിച്ചു കൊടുക്കണമേ പിതാവേ. ദൈവമേ, നല്ലതിനെയും ചീത്തയും തിരിച്ചറിവാനുള്ള കഴിവിനെ അവർക്ക് നീ നൽകണമേ നാഥ. അവരുടെ ചിന്തകളിലൊക്കെ നീ കൂടെ ഇരിക്കണമേ നാഥ. അവരോട് സംസാരിക്കണമേ കർത്താവേ. ലോകത്തിന്റെ മോഹങ്ങളിൽ വീണു പോയരുതേ കർത്താവേ. ദൈവിക ഭയത്തിലും ദൈവിക ജ്ഞാനത്തിലും വളർന്നു വരാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ ഭാവിയെ നീ കരുതണമേ കർത്താവേ. ദൈവമേ, അവർക്ക് കിട്ടിയ ഓരോ അനുഗ്രഹവും നിന്റെ കൃപയാണെന്നുള്ള തിരിച്ചറിവിനെ അവർക്ക് നീ നൽകണമേ കർത്താവേ. നീ കൂടെ ഇരുന്ന് വഴി നടത്തണമേ നാഥ. അവരുടെ യാത്രയിലൊക്കെ നീ കൂടെ ഇരിക്കണമേ. തിരുകൃപയാൽ പൊതിയണമേ കർത്താവേ. നിന്റെ ദൂതന്മാരുടെ കാവലെല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവ്. ഞങ്ങളെ തന്നെ ഒരു പൊടിയോളം താഴ്ത്തി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. ഞങ്ങളുടെ കുറ്റങ്ങളെയും കുറവുകളെയും ഒന്നും ഓർക്കരുതേ. ഞങ്ങളോട് മനസ്സിലും ഉണ്ടായിരിക്കണമേ കർത്താവേ. കരുണ തോന്നണമേ പിതാവേ. ഞങ്ങൾക്കെന്ന സകല അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്നതാ. ഞങ്ങളുടെ കുടുംബത്തിനായി, ഞങ്ങളുടെ പേരൻസിനായി, ഞങ്ങളുടെ സിബ്ലിങ്സിനായി, ഞങ്ങളുടെ പാർട്ട്നേഴ്സിനായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, ഞങ്ങളുടെ ഫ്രണ്ട്സിനായി, ഞങ്ങളുടെ ആവശ്യഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഓരോരുത്തർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. തിരുകൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. ഇത്രത്തോളം ഇതുവരെ ഞങ്ങളെ നടത്തിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ വേദനകളിൽ, പ്രയാസങ്ങളിൽ നീ കൂടെ ഇരുന്ന് ആശ്വസിപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ കരഞ്ഞപ്പോൾ ഞങ്ങളുടെ കണ്ണ് നേർത്തോടെ ചെയ്യാനായി, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നതിനായിട്ട്, ഞങ്ങൾ തളർന്നു പോയപ്പോൾ ഞങ്ങളെ താങ്ങി നടത്തിയതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. നീയുള്ള യാത്രയിൽ നീ കൂടെ ഇരിക്കണമേ. മുന്നോട്ടുള്ള യാത്രയിൽ നീ കൂടെ ഇടും ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ. ദൈവമേ, ഞങ്ങൾ വാക്കിലും പ്രവർത്തിലും അറിഞ്ഞു അറിയാതെയോ മറ്റുള്ളവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാൽവറി ക്രൂശിലെ രക്തം കൊണ്ട് കഴുകണമേപ്പാ. നിങ്ങളുടെ പാപങ്ങളെ, രോഗങ്ങളെ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയണമേ കർത്താവേ. ഞങ്ങളെ തിരുകൃപയാൽ പൊതിയണമേ നാഥ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സന്തോഷിപ്പിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ യാത്രയിലെല്ലാം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. ഇന്നത്തെ പാൽക്കാലം ഞങ്ങൾ വീണ്ടും അങ്ങയുടെ കാര്യങ്ങളെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നപ്പാ. ഞങ്ങളോട് കൃപ ചെയ്യണമേ, കരുണ ഉണ്ടായിരിക്കണമേ, വഴി നടത്തണമേ കർത്താവേ. ദൈവമേ, ഈ സൺഡേയിൽ സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും കൊണ്ട് കൂടെ കുടുംബമായി ഞങ്ങൾ നിന്നെ വന്ന് സ്തുതിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന അതാ അമ്മേ. താങ്ക് യു റീനി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ടിടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ സഭയായിട്ട്, കുടുംബങ്ങളായിട്ട് അനുഭവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം.
നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള പുനരുത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗാരോഹണത്തിന് മുൻപ് യേശു കർത്താവ് പല പ്രാവശ്യം തൻ്റെ ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. അതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വളരെ വിശദമായി ഡീറ്റെയിൽ ആയി യേശു കർത്താവ് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സംഭവത്തിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും ഞാൻ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വളരെ വിശദമായി ഓരോ വാക്യവും നമ്മൾ ഡിസെക്ട് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാം. നമ്മൾ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു അസ്? വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങളും അതിലെ സംഭവങ്ങളുമൊക്കെ നമ്മളോട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് എങ്ങനെ ബന്ധപ്പെടുന്നു, എങ്ങനെ അത് ഇന്ററാക്ട് ചെയ്യുന്നു, അതിലെ വ്യക്തികളുടെ സ്വഭാവം, ഓരോരോ സംഭവങ്ങളിൽ ഓരോരോ വ്യക്തികളുടെ അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നമ്മളുടെ ജീവിതവുമായും നമ്മുടെ ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ പശ്ചാത്തലത്തിൽ അതെങ്ങനെ നമ്മളുടെ ഒക്കെ ഒരു ക്യാരക്ടറുമായി റിലേറ്റ് ചെയ്യുന്നു, സിമിലറൈസ് ചെയ്യുന്നു, എങ്ങനെ സാമ്യം ഉണ്ടാകുന്നു, എങ്ങനെ നമുക്കതിനോട് നമ്മുടെ ജീവിതങ്ങളുമായിട്ട് ഉപമിക്കാം. നമ്മളിൽ പത്രോസുമാരുണ്ടാവും, തോമസുമാരുണ്ടാകും, യോഹന്നാനുമാരുണ്ടാകും, അല്ലെ? എപ്പോഴുമില്ല, ചില സവിശേഷമായ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ. ഇതിനകത്ത് യോഹന്നാൻ ആണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യം തിരിച്ചറിയുന്നത്. ജോൺ ഈസ് ദ വൺ ഹൂ റിയലൈസസ് ജീസസ് the whole episode. Till then he was unrecognized, unacknowledged, unrealized. യോഹന്നാൻ അത് കർത്താവാണ്, ദാറ്റ് ഈസ് ലോർഡ് എന്ന് പറയുന്ന സമയത്താണ് then the whole disciples, then the whole story, then the whole narrative and event realizes Jesus. അതിനു മുമ്പ് വിവരിക്കുന്നുണ്ട്, യേശു കർത്താവ് കരയിൽ നിന്നിരുന്നു എന്ന് നമ്മളോട് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ, സുവിശേഷകാരൻ നമ്മൾ ആമുഖമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, ആ സംഭവം നടക്കുന്ന സാഹചര്യത്തിൽ, when the event happened like this, അതിനുശേഷം യോഹന്നാൻ നമ്മളോട് അത് വിവരിക്കുന്ന സമയത്താണ് പറയുന്നത് കർത്താവ് നേരത്തെ അവിടെ കരയിൽ നിന്നിരുന്നു. But the people who are involved in the incident or the people who are narrated in this part, അവർക്കറിയത്തില്ലായിരുന്നു, യോഹന്നാനും അറിയത്തില്ലായിരുന്നു. നേരത്തെ പറഞ്ഞെങ്കിലും യോഹന്നാൻ പോലും തിരിച്ചറിയുന്നത് ഈ കർത്താവിന്റെ വാക്ക് കേട്ട് അവർ വല വീശുമ്പോൾ, അവരുടെ വല നിറയെ മത്സ്യം ലഭിക്കുമ്പോൾ, മീൻ ലഭിക്കുമ്പോഴാണ് യോഹന്നാനും അത് തിരിച്ചറിയുന്നത് അത് കർത്താവാണെന്ന്. ഇത്ര വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ ആരാണ്? കർത്താവാണ്. ഒന്നുമില്ലായ്മയിൽ ഈ വലിയ സമൃദ്ധി, ഈ വലിയ പെരുത്ത മീൻകൂട്ടം നൽകുവാൻ ബലവാനായിട്ടുള്ള, ശക്തനായിട്ടുള്ള, സർവശക്തനായിട്ടുള്ള ഒരാളാരാണ്?
അതല്ലെങ്കിൽ തങ്ങളുടെ ഇല്ലായ്മകളിൽ, തങ്ങളുടെ കഷ്ടപ്പാടുകളിൽ, തങ്ങളുടെ വേദനകളിൽ തങ്ങളെ തേടി വരാനുള്ളവൻ ആരാണ്? കർത്താവാണ്. യോഹന്നാൻ ഈ ഒരു വിവരണത്തിന്റെ, ഈ ഒരു നരേഷന്റെ ഒത്ത നടുക്ക് നിന്നുകൊണ്ട് നമ്മളോടായിട്ടും ലോകത്തോടായിട്ടും ശിഷ്യരോടായിട്ടും പത്രോസിനോടായിട്ടും വിളിച്ചു പറയുന്നു, ദാറ്റ് ഈസ് ലോർഡ്. അതൊരു വലിയ ശുശ്രൂഷയല്ലേ? കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകളുടെ തൊട്ടടുത്ത് കർത്താവുണ്ട്, കർത്താവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം. നമ്മുടെയൊക്കെ ഒരു വലിയ ശുശ്രൂഷ അതാണ്. നോട്ട് ഓൺലി ഇൻ അബൻഡൻസ്, സമൃദ്ധികളിലല്ല മാത്രമല്ല, നമ്മുടെ വലിയ സമ്പന്നതകളിൽ, ലാഭങ്ങളിൽ, പെരുപ്പങ്ങളിൽ മാത്രമല്ല. കഷ്ടം വരുമ്പോ, സങ്കടം വരുമ്പോ, പ്രയാസം വരുമ്പോ, ദുഃഖം വരുമ്പോ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ, ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള, ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാക്കാണത്. ഇത് കർത്താവാണ്. ലാസറിന്റെ വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന മറിയയുടെ അടുക്കൽ ചെന്ന് മാർത്ത പറയുന്നുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, ദ ലോർഡ് ഈസ് ഹിയർ. കർത്താവാണ്, കർത്താവുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പരസ്പരം ഉറപ്പിക്കാൻ കഴിയുന്ന, പരസ്പരം ബലപ്പെടുത്താൻ കഴിയുന്ന, പരസ്പരം ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സുവിശേഷം അതാണ്. The greatest gospel that the word preaches to the world is the assurance of the presence of the Lord with humanity. മനുഷ്യരോടൊപ്പം, മനുഷ്യരോട് കൂടെ, പ്രത്യേകിച്ച് അവരുടെ ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ. The Lord is very much here. യോഹന്നാൻ ആരോടെന്നില്ലാതെ വിളിച്ചു പറയാണ്. പത്രോസിനോട്, നേതാവായ പത്രോസിനോട് പറയുകയാണ്, അത് കർത്താവാണ്. ഒരുപക്ഷെ പത്രോസ് പോലും അത്ഭുതപ്പെട്ട് സ്തബ്ധനായി നിൽക്കുകയായിരിക്കാം. സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യത്തിലേക്ക്, നോർമൽസിയിലേക്ക് എത്തിച്ചേരാൻ കഷ്ടപ്പെട്ടുകൊണ്ട്, ബന്ധപ്പെട്ടുകൊണ്ട് സ്തബ്ധനായി പത്രോസ് നിൽക്കുമ്പോൾ യേശു, യോഹന്നാൻ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നു, he was not shocked, he was not upset, or he was not carried away by the whole success, the plentiness. ഈ സമൃദ്ധിയിൽ, ഈ വലിയ പെരുത്ത മീൻകൂട്ടത്തിലൊന്നും പത്രോസ് ഒരു പക്ഷേ സ്തബ്ധനായി, ഷോക്കായി നിൽക്കുമ്പോൾ യോഹന്നാൻ വഴി കാട്ടുകയാണ്. യോഹന്നാൻ വിളിച്ചു പറയുന്നു, പത്രോസേ, അത് കർത്താവാണ്. No one else, that is Lord. എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു വലിയ ശുശ്രൂഷയാണെന്ന് തോന്നുന്നു, അല്ലേ? നമ്മളെപ്പോഴും വേണേ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയും, ഒരു കഷ്ടപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ ദൈവമുണ്ട്, കർത്താവുണ്ട്, കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷപ്പെടലാണെന്ന് ചിലപ്പോൾ നമ്മൾ കരുതും. പക്ഷെ എനിക്ക് തോന്നുന്നു that word itself, proclamation of that word itself is a great blessing. നമ്മുടെ മക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, വേദനയില്, ദുഃഖത്തില്, സങ്കടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് we must say this word, that is Lord. The Lord is around. The Lord is with us. The Lord is in us. വലിയ സുവിശേഷമാണ്, വലിയ സന്ദേശമാണ്. ആരെല്ലാം അകന്നുപോയാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, ഏകാന്തതയിൽ, തീരത്ത് ഒരുവൻ
നമ്മുടെ കഷ്ടതകളും നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവ് തന്നെയാണ്. So John, in fact, reveals the Lord to Peter. എല്ലാവർക്കും കർത്താവിനെ അറിയാം, എല്ലാവരും കർത്താവിനോടൊപ്പം ഉള്ളവരായിരുന്നു. പക്ഷേ at moments we may need with this voices, യോഹന്നാന്റെ പോലെയുള്ള ശബ്ദം നമുക്ക് ആവശ്യമാണ്. പത്രോസിനോട് കർത്താവ് ആണെന്ന് പറയാൻ കെൽപ്പുള്ള ശബ്ദം. ഒരുപക്ഷെ പത്രോസ് വളരെ പ്രാഗൽഭ്യമുള്ള ആളായിരിക്കാം. പത്രോസ് തന്റെ പ്രാഗൽഭ്യത്തിൽ, തന്റെ കഴിവിൽ ഈ ശിഷ്യരെ ആകമാനം മീൻ പിടിക്കാനായിട്ട് കൊണ്ടുപോയ ആളായിരിക്കാം. He thought of himself as something great, something knowledgeable, someone who is capable of taking decision, who is of himself and on himself. പക്ഷേ അങ്ങനെയുള്ള ആളോട് യോഹന്നാൻ പറയുകയാണ്, that is Lord. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെയാണ്. നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളൊക്കെ വലിയ കഴിവുള്ളവരാ, പ്രഗത്ഭരാ, നന്നായി പാടും, നന്നായി പ്രസംഗിക്കും, നന്നായി ചെയ്യും, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കുടുംബങ്ങളൊക്കെ നേരിടുന്ന വലിയ ക്രൈസിസുകളിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. ഞാൻ കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട്. ഐ നോ മെനി തിങ്സ്. I can offer my service, my intelligence, my experience. I'm not an ordinary stuff. പത്രോസിനെ പോലെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. എനിക്ക് തോന്നുന്നു എല്ലാവരും പത്രോസുമാരാണ് ഇന്നിപ്പോ, അല്ലേ? We know. We think we are the destiny makers. We are the lords of our destiny. പക്ഷെ ഇവിടെ യോഹന്നാൻ, അധികം ഒന്നും സംസാരിക്കാത്തൊരു യോഹന്നാൻ വന്ന് പറയുകയാണ്, അത് കർത്താവാണ്. വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തവരോട്, വലിയ വലിയ ശബ്ദങ്ങളുടെ, വലിയ വലിയ പ്രവർത്തനങ്ങളുടെ ഒക്കെ തമ്പുരാക്കന്മാരോട് ഒരു ചെറിയ ശബ്ദം പറഞ്ഞു കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് ലോർഡ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റണം. We fail to realize, നമ്മുടെയൊക്കെ വലിയ ചിന്തയിൽ, നമ്മുടെയൊക്കെ വലിയ ആലോചനകളിൽ നമ്മളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള ചിന്തയിൽ we fail to realize, നമ്മളുടെയൊക്കെ മത്സരങ്ങളിൽ നമ്മൾ ചിലപ്പോ ഇങ്ങനെ ഷോക്കായി നിൽക്കും, അല്ലെ? നമ്മളൊക്കെ എല്ലാം വലിയ കാര്യമായിട്ട് ചെയ്യുന്നവർ പരാജയപ്പെടുമ്പോൾ ഷോക്കായി പോകും. എന്ത് സംഭവിച്ചു എന്നറിയാം. ഒട്ടും പ്രതീക്ഷയില്ലാതെ വല വീശുമ്പോൾ ഒരു വലിയ പെരുത്ത മീൻകൂട്ടം വന്ന് വലയിൽ കയറുമ്പോൾ പത്രോസ് ഷോക്കായി. He thought of himself as someone who is, very expert in fishing. And now there is something, unexpected happening that challenges his expertise. അവന്റെ അനുഭവങ്ങളെ, ജ്ഞാനത്തെയൊക്കെ വെല്ലുവിളിക്കുന്നു, തകർത്തെറിയുന്നു, ചിലതൊക്കെ സംഭവിക്കുന്നു. He was shocked. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ മക്കളൊക്കെ വലിയ വലിയ ആളുകളാന്ന് വിചാരിക്കുമ്പം താഴേക്കടലുള്ള ഒരുത്തന്റെ മക്കൾ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ we are shocked. അവനോ? നമ്മൾ വിചാരിക്കും എല്ലാം നമുക്കേ പറ്റാവൂ. When others are blessed, we are shocked. അവനോ? അവളുടെ മോനോ? അവരോ? അവർക്കങ്ങനോ? Why not me? Patros, Jesus is giving Peter a shock, and Peter was really shocked. അപ്പോ പിതുകയ്ക്ക് യോഹന്നാൻ പത്രോസിനോട് പറയാണ്, another shock, another strike.
ദാറ്റ് ഈസ് ജീസസ്. യേശുവാണ്, കർത്താവാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ നാളുകളിൽ പത്രോസന്മാരോട് ഇങ്ങനെ പറയാനുള്ള യോഹന്നാന്മാരെയാണ് ആവശ്യം. കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ആളുകൾ. ഇന്നിപ്പോ അതില്ല, അതാണ് കുഴപ്പം. ഒന്നും കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല അവരോട്, ഫസ്റ്റ് ഓഫ് ഓൾ, ബിക്കോസ് ദേ തിങ്ക് ദേ ആർ സംതിങ്, ദേ നോ. അവർ ചിന്തിക്കുന്നത് പോലെ, അവരാലോചിക്കുന്നത് പോലെ, അവരാവശ്യപ്പെടുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. നമുക്ക് അവരെ പേടിയാ, അവരോട് നമ്മൾ പറയത്തില്ല. ആൻഡ് ദേ ഡോണ്ട് ലൈക്ക് ഓൾസോ. They don't like to be confronted. They think they are right. Their way is the right way. Their doings are the right works. അപ്പോ യോഹന്നാൻ മൃദുവായി, സോഫ്റ്റായി പത്രോസിനോട് പറയാണ്, that is Lord. That is Lord. വലിയ കൺഫ്രണ്ടേഷൻ ആട്ടോ, ഒരു വലിയ ചലഞ്ചാ. റിമൈൻഡിങ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഈ സഭയിലൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, സഭയുടെ രാഷ്ട്രീയം കാണുമ്പോൾ, സഭയിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലത് ഇന്ന് ഭയന്ന് പറയത്തില്ല. വി ആർ അഫ്രൈഡ്. ഭയമാണ്, ഭയപ്പെടുത്തും. എനിക്കൊന്ന് ഭയപ്പെട്ടൊരു സമൂഹമാണ് ഇന്ന്. ഭയന്ന് സത്യം പറയാത്തൊരു സമൂഹം. സത്യം അറിയാമായിരുന്നിട്ടും ഭയപ്പെട്ടിട്ട് സത്യത്തിന് വേണ്ടി നിൽക്കാൻ മടിക്കുന്ന സമൂഹം. പണവും അധികാരവും ഒക്കെ നമ്മളെ ഭയപ്പെടുത്തും. സഭയിലാകമാനം, വിശ്വാസ ജീവിതത്തിലാകമാനം, സമൂഹത്തിലാകമാനം ഭയമാണ്, അല്ലേ? നമ്മളെ കൺഫ്രണ്ട് ചെയ്യുന്ന, നമ്മളെ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് പറയാൻ മടിയാണ്. ജനങ്ങളെ പേടിച്ച് സത്യം പറയാത്ത അച്ഛന്മാര്, ബിഷപ്പിനെ പേടിച്ച് സത്യം പറയാത്ത ശുശ്രൂഷകര്, നേതാവിനെ പേടിച്ച് സത്യം പറയാൻ മടിക്കുന്ന അണികൾ, നേതാക്കന്മാർ പറയുന്ന പച്ചക്കള്ളങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അടിമകൾ. എല്ലായിടത്തും അടിമകളെയാണ് ആവശ്യം. യോഹന്നാൻ പത്രോസിനോട് പറയുന്നു, ദാറ്റ് ഈസ് ലോർഡ്. അത് കർത്താവാണ്, അത് കർത്താവാണ്. വലിയ പത്രോസിനോട് ചെറിയ യോഹന്നാൻ പത്രോസിനെ, കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നൊരു പുതിയ സുവിശേഷം പറയേണ്ടിയിരിക്കും. നമ്മുടെ അനുഭവങ്ങളോടും പ്രാഗൽഭ്യങ്ങളോടും ഒക്കെ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ പറയേണ്ടിയിരിക്കും. സോ എവറിത്തിങ് ഇസ് റിവേഴ്സ്ഡ്. സോ യോഹന്നാൻ പറയുന്നു അത് കർത്താവാണ്. എന്താണ് പത്രോസ് ചെയ്യുന്നത്? എന്താണ് പത്രോസ് ചെയ്യുന്നത്? അത് കർത്താവാണ് എന്ന് കേട്ടപ്പോൾ പത്രോസ് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. പത്രോസ് he was stripped of himself in the presence of God. അതുവരെ പുള്ളിക്ക് he was not concerned. Why? യോഹന്നാനോടില്ലായിരുന്നു, മറ്റ് ശിഷ്യന്മാരില്ലായിരുന്നു അവിടെ. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോഴെന്താണ് അങ്ങനെ ഒരു ഫീലിംഗ്?
എനിക്ക് തോന്നുന്നു അത് കുറെ കൂടെ നമ്മൾ വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ ബിബ്ലിക്കൽ ഹിസ്റ്ററി അല്ലേ. ആദ്യം നമ്മൾ കേൾക്കുന്നത് ആദമിൽ നിന്നാണ്. ആദമേ, നീ എവിടെയാണെന്ന് ദൈവം ചോദിച്ചപ്പോ ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ ആദം ഏദൻ തോട്ടത്തിൽ ഒളിച്ചിരുന്നു. പത്രോസ് കടൽ വെള്ളത്തിൽ ഒളിച്ചു. ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു അതത്ര ദറ്റ് ഈസ് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ആദമും ഹവയും പോയി ഒളിച്ചിരുന്നത് വലിയ കുഴപ്പമാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. സി, ബിക്കോസ് ദേ ന്യൂ their weakness, their nakedness before God. They know their unworthiness. അതിന്റെ തുടർച്ചയാണ് പത്രോസിലും കാണുന്നത്. പത്രോസ് ചാടി ഒളിച്ചു, വെള്ളത്തിലും ഒളിച്ചു. He was very humble. He was so powerful. He was on himself. He decided. He led. He failed. Devastated. But he was a genuine man. He was a genuine man of feeling, the guilt. നമുക്കൊരു കുഴപ്പം എന്താണെന്നറിയാമോ? We will not accept our guilt. We are not ready to accept our failures, our fallings. നമ്മുടെ ചിന്ത എന്താണ്? നമ്മളൊക്കെ വലിയ പുള്ളികളാണ്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അല്ലേ? പത്രോസിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നേരെ ഇറങ്ങി ചെന്ന് അവിടെ കസേരയൊക്കെ എടുത്തിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തിയേനെ അല്ലേ? He realized, he knew, he acknowledged he was in pain of what he has done. താൻ ചെയ്തതിനെ കുറിച്ചുള്ള, തൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ കുറിച്ചുള്ള അനുതാപം. നമ്മളൊരു വലിയ പ്രോബ്ലം അതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കർത്താവ് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ല, യോഹന്നാനും പറഞ്ഞില്ല. പക്ഷെ the very presence of the Lord, the realization that Jesus is still there to help, to address my challenges, my problems. എൻ്റെ ജീവിതത്തിലെ ഇല്ലായ്മകൾ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ വരുമ്പോ ഞാൻ ഉപേക്ഷിച്ച, ഞാൻ തള്ളിക്കളഞ്ഞ, ഞാൻ വിട്ടുകളഞ്ഞ എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് അതൊന്നും ഓർക്കാതെ എന്നോടൊപ്പമുണ്ട്, എന്നെ തേടി വരുന്നു എന്ന തിരിച്ചറിവ് that made Peter more humble in his life. A sense of remorse, a sense of humility, a sense of confession. നമുക്കൊക്കെ ആ ഒരു മനോഭാവം വേണം. കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ, കർത്താവിന്റെ കൃപ അനുഭവിച്ചറിയുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു വലിയ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ അനുഗ്രഹങ്ങളും നന്മകളും വിടുതലും ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് അഹങ്കാരം കൂടും അല്ലേ? നമുക്ക് തലക്കനം കൂടും, ധാർഷ്ട്യം കൂടും, മറ്റുള്ളവരെ വെല്ലുവിളിക്കാനും പോരിനെ വിളിക്കാനും മത്സരത്തിന് പോകാനും ഒക്കെ ഉള്ള വലിയ താല്പര്യം നമുക്ക് കൂടും. Our blessing will, falsely strengthen us. Because he humbled himself. He was full of remorse. നമ്മൾ ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുന്നവർ അല്ലേ? വി ജസ്റ്റിഫൈ. തെറ്റാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല.
And we want others to accept our justification of wrongs. സഭയിലും അതാണ്. നമ്മളുടെ കുഴപ്പം, നമ്മളുടെ വീഴ്ച നമ്മൾ ന്യായീകരിക്കും. എന്നിട്ട് മറ്റുള്ളവർ നമ്മളുടെ ന്യായീകരണം അതേപോലെ അംഗീകരിക്കണം. അല്ലെങ്കിൽ വീഴ്ച പറ്റി, തെറ്റുപറ്റി, ഞാനത് ചെയ്യരുതായിരുന്നു, അങ്ങനെയല്ലായിരുന്നു ഞാൻ പറയേണ്ടിയിരുന്നത്, അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയായിരുന്നു വേണ്ടത്, ഇതായിരുന്നു അതിൻ്റെ ശരിയായ രീതി, എൻ്റെ ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യരുതായിരുന്നു, ഞാൻ ഈ മനുഷ്യരെ വിളിച്ചോണ്ട് പോരരുതായിരുന്നു, അല്ലേ? He realized his mistakes. അപ്പൊ ചെയ്തത് മാത്രമല്ല, തൻ്റെ വിശ്വാസ ജീവിതത്തിൽ, തൻ്റെ ആത്മീയ ജീവിതത്തിൽ താൻ ഇതുവരെയും കർത്താവിനോടുകൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ തൻ്റെ പെർസെപ്ഷനിൽ, തൻ്റെ സമീപനങ്ങളിൽ വന്നുപോയ വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ ഒരു നിമിഷം പത്രോസ് ഓർത്തു. He realized his nakedness. അല്ലേ? അവൻ കടലിൽ ചാടി. അവൻ വള്ളത്തിലായിരുന്നായിരിക്കണം, അല്ലേ? So he jumped from the boat to the sea. കരയിൽ നിന്ന് വലിയ ദൂരത്തൊന്നും അല്ലാത്തതുകൊണ്ട് he might have swum to the shore, അല്ലെ? നീന്തി വന്ന് കാണും, കരയിലേക്ക് നീന്തി എത്തിക്കണം. He did not want to remain in the boat. അല്ലെ തന്നെ പറയുന്ന മീന് ബോട്ടിനകത്ത് സ്ഥലമില്ലായിരുന്നു, മീൻ നിറഞ്ഞത് കൊണ്ട്. സോ ബോട്ടിൽ നിൽക്കാനും പറ്റത്തില്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശരീരഭാഷകൾ, ദൈവത്തിന്റെ നന്മകളോടുള്ള നമ്മുടെ സമീപനങ്ങൾ വലിയ പ്രശ്നമാണ്. Peter, as a powerful man, humbling himself in the presence of the Lord. യേശു കർത്താവിന്റെ സന്നദ്ധിയിൽ, യേശു കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപാകെ, തിരിച്ചറിവിന്റെ മുൻപാകെ തന്നെ തന്നെ വിനയപ്പെടുത്തുന്ന പത്രോസ് തൻ്റെ നഗ്നത, അല്ലെ, തൻ്റെ ബലഹീനതകൾ, തൻ്റെ കുറവുകൾ, തൻ്റെ വീഴ്ചകൾ, തൻ്റെ മണ്ടത്തരങ്ങൾ, ധാർഷ്ട്യങ്ങൾ ഒക്കെ തിരിച്ചറിയുന്ന പത്രോസ്, പീറ്റർ ഈസ് ബിക്കമിങ് സൈലന്റ്. പിന്നെ പത്രോസിനെ യേശു കർത്താവ് സംസാരിക്കാൻ പിന്നീട് പ്രേരിപ്പിക്കുന്നുണ്ടല്ലേ? ജീസസ് ഈസ് ഇൻഡ്യൂസിങ് പീറ്റർ ടു സ്പീക്ക്. ഡു യു ലവ് മീ പീറ്റർ? ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നേതാവ് കളിച്ച പത്രോസ് ഹീസ് ബിക്കമിങ് എ റിയൽ ലീഡർ. നമ്മളൊക്കെ നല്ല മനുഷ്യരാകുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുമ്പോഴല്ല, നമ്മളുടെ ജീവിതത്തിലെ വീഴ്ചകളും കുറവുകളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ, തിരുത്താൻ, അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാൻ കഴിയുമ്പോഴാണ്. സോ 2 things ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്ന്, പത്രോസിനെ പോലെയുള്ളവരോട് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ ഉള്ള അനുഭവജ്ഞാനമില്ലാത്ത ചെറിയ ശബ്ദമാണ് യോഹന്നാൻ. ദാറ്റ് ഈസ് ലോർഡ് എന്ന് പറയാൻ കഴിയണം. കർത്താവുണ്ട് എന്ന് പറയാൻ പറ്റണം. അതൊരു വലിയ സുവിശേഷമാണ്. നമുക്കൊരു പക്ഷേ പൈസ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും, അല്ലേ? When we have the openness to state that Jesus, Lord, is there, then we will also have the capacity to help. കർത്താവ് നമ്മുടെ മറ്റുള്ളവന്റെ ഒക്കെ സങ്കടങ്ങളിൽ, വേദനകളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിലൊക്കെ ഉണ്ട് എന്ന്, ദൈവം അവരെ കൈവിടില്ല എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടെങ്കിൽ മനസ്സ് വരും, ഓ
കർത്താവ് ഉണ്ടെന്ന് പറയുക മാത്രമല്ല, എനിക്ക് അവരെ സഹായിക്കാനും പറ്റും. ഇങ്ങനെയും അങ്ങനെയും ഒക്കെ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എവറിഥിങ് ബിഗിൻസ് ഇൻ സ്റ്റേറ്റിംഗ് ടു ദ ഡിസ്ട്രസ്ഡ്, ടു ദ പീപ്പിൾ അറൗണ്ട് അസ്, ജീസസ് ഈസ് ദെയർ. യേശുവുണ്ട്, കർത്താവുണ്ട്. നിങ്ങളെ കൈവിടത്തില്ല, നിങ്ങളെ ഉപേക്ഷിക്കില്ല. യേശു നിങ്ങളെ തള്ളിക്കളയില്ല. അതൊരു വലിയ സുവിശേഷം. രണ്ടാമത് പറഞ്ഞത് പത്രോസ്, അത് കേട്ട പത്രോസ് തൻ്റെ എല്ലാ അഹങ്കാരങ്ങളും, തൻ്റെ എല്ലാ ധാർഷ്ട്യങ്ങളും, എല്ലാ പ്രൗഢതകളും പ്രബലതകളും ഒക്കെ ഉപേക്ഷിച്ച് he realized his nakedness, then he jumped into the sea. താഴേക്ക് ചാടി. നിന്നെടുത്ത് നാം താഴെ ഇറങ്ങി. he humbled himself. നമുക്ക് ദൈവം അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ തരുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ, ഡോണ്ട് ബി സോ പ്രൗഡ്, ഡോണ്ട് ബി പ്രൈഡ്ഫുൾ. അഹങ്കാരം, ധാർഷ്ട്യം, എനിക്കെല്ലാം അറിയാം, ഞാനാണ് മിടുക്കൻ, കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ആരും ഒന്നുമല്ല. നമ്മളെല്ലാവരും കുറവുള്ളവരാ, ബലഹീനരാ, വീഴ്ച പറ്റിയവരാ, തകർന്നു പോയവരാ, തളർന്നു പോയവരാ. അതുകൊണ്ട് ആ ഒരു വലിയ താഴ്മയിലേക്ക്, വിനയത്തിലേക്ക്, സൗമ്യതയിലേക്ക് നമുക്കെല്ലാവർക്കും വന്നെത്താനായിട്ട് കഴിയണം. When we realize the presence of the Lord, we must humble our hearts and minds to celebrate the presence of the Lord. ഒരു കുശിനിക്കാരനായി, ഒരു പാചകക്കാരനായി, ഒരു സ്ത്രീയെ പോലെ, ഒരു അമ്മയെ പോലെ, ഒരു വേലക്കാരിയെ പോലെ കഷ്ടപ്പെട്ടു വരുന്നവർക്ക് സോറി, ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽ കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച ചിന്തകൾക്കായിട്ട് സ്തോത്രം. പത്രോസിന്റെ ജീവിതത്തിലൂടെ, യോഹന്നാന്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ പഠിച്ച ആശയങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുകളോട് കർത്താവിനെ പ്രഘോഷിപ്പാൻ, കർത്താവാണ്, കർത്താവുണ്ട്, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ദുഃഖത്തിലും സങ്കടത്തിലും ഭാരത്തിലുമൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാൻ, പ്രഘോഷിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അങ്ങ് ലോകത്തിന് നൽകിയ ഏറ്റവും നല്ല സുവിശേഷമാണല്ലോ സങ്കടപ്പെടുന്നവരോടൊപ്പം കർത്താവുണ്ട് എന്നുള്ള സുവിശേഷം. ആ സുവിശേഷം പറയാനായിട്ട് ഞങ്ങളെ സഭയായിട്ട് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളെയും കുറവുകളെയും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കണമേ. ഞങ്ങളൊക്കെ ആത്മീയ അഹന്തയിൽ ജീവിക്കാതെ, ഞങ്ങളൊക്കെ വലിയ ശ്രേഷ്ഠരാണ് എന്ന് ചിന്തിക്കാതെ, കർത്താവെ, നീ ഞങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നത് താഴ്മയിലും വിനയത്തിലും ജീവിക്കാനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാപം ചെയ്തവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങള് പലതരത്തിലും അയോഗ്യതകളുള്ളവരാണ്. കർത്താവെ, ആ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, വിനയത്തോടുകൂടെ, പശ്ചാത്താപത്തോടുകൂടെ, അനുതാപത്തോടുകൂടെ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരെ അവിടുന്ന് അറിയണം. അവരുടെ സാന്നിധ്യം, അവരോട് കൂടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതാവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ആശ്വാസത്താലും സമാധാനത്താലും നിറയ്ക്കണമേ. ഈ പകൽക്കാലം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഈ ഞായറാഴ്ച ആരാധനയിൽ ശുശ്രൂഷകളിലൊക്കെ അവിടുത്തെ കൃപ കൂടെ ഇരുന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ പ്രിയമുള്ളവരെ, നാം എല്ലാവരോടും കൂടെ ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പാട്ടുപാടിയ രശ്മിയോട്, സങ്കീർത്തനം വായിച്ച റബേക്കയോട്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നയിച്ച റീനിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിനായിട്ട് നമുക്ക് പാട്ട് പാടാനായിട്ട് ഒരാള് സജസ്റ്റ് ചെയ്താട്ടെ. ആരാണ് അടുത്ത ആഴ്ച പാട്ട് പാടുന്നത്? ഓക്കെ, ബാബു തുണ്ടിയിലങ്കിൾ. ഓക്കെ. Psalm 57. Psalm 57. अच्छा, ज्ञान अच्छा, शीजा. Yes. ഷീജ. പ്രാർത്ഥന അധികം സമയം എടുക്കല്ലേ. ആരാ പ്രാർത്ഥിക്കുന്നേ? ഞാൻ പ്രാർത്ഥിക്കാം അച്ഛൻ. നീതു. യെസ്, താങ്ക് യു. ഒരിക്കൽ കൂടെ നന്ദി. ഈ ഞായറാഴ്ച നമ്മുടെ വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആണ്. എല്ലാവരെയും ആരാധനയിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് വീക്കെൻഡ്. താങ്ക് യു.
താങ്ക് യു അച്ഛൻ.